ലാഹോറിലുണ്ടായ ലാഹോർ വിമാനത്താവളത്തിനടുത്തുണ്ടായ ഈ ഡ്രോൺ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? പാകിസ്ഥാൻ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ടോ ശ്രീനാഥ്? ഹാഷ്മി, ഈ നിമിഷം വരെ പാകിസ്ഥാൻ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിവരം പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇപ്പോഴും പുറത്തു വരുന്ന വിവരങ്ങൾ അത്രയും ഒന്നുകിൽ ദൃക്സാക്ഷികളോ അല്ലെങ്കിൽ ലാഹോർ പോലീസിന്റെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങളും ഒപ്പം തന്നെ റോട്ടേഴ്സ് അടക്കമുള്ള ചില അന്താരാഷ്ട്ര ഏജൻസികളും നൽകുന്ന വിവരങ്ങൾ മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. അതിൽ അവർ പറയുന്നത് ഇന്ന് രാവിലെ 3 തവണ ഈ വോൾട്ടൺ എയർഫീൽഡിന്റെ തൊട്ടടുത്ത് ഈ ഗോപാൽ നഗർ ഒപ്പം നസീറാബാദ് എന്നീ 2 ഇടങ്ങളിലാണ് വലിയ സ്ഫോടനം ഉണ്ടായത്. ഉഗ്രശബ്ദത്തോടെ 3 തവണയെങ്കിലും അവിടെ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. വലിയ തീയും പുകയും ഒക്കെ ഉയർന്നു എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അവർ ജീവനും കൊണ്ട് ഓടി, വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടി എന്നും പറയുന്നുണ്ട്. അതൊക്കെ തന്നെ റോട്ടേഴ്സ് അടക്കമുള്ള ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിൽ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ മേഖല പെട്ടെന്ന് തന്നെ പോലീസ് സീൽ ചെയ്യുകയും അവിടേക്ക് ബോംബ് സ്ക്വാഡ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ മാത്രമേ ഈ ഘട്ടത്തിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളൂ. ഫോറൻസിക് സംഘം അവിടെ ഇപ്പോൾ പരിശോധന നടത്തുന്നു. അതിനുള്ളിൽ എന്താണ് സംഭവിച്ചത്, എന്ത് സ്ഫോടക വസ്തുവാണ് പൊട്ടിയത് എന്നതിനെ കുറിച്ചൊന്നും തന്നെ വിവരം നൽകുന്നില്ല. ചില സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നത് അതും ഈ പാകിസ്ഥാൻ മാധ്യമങ്ങൾ കാണുന്നത് മാത്രമാണ്. ഔദ്യോഗികമായി അത്തരമൊരു വിവരങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ആ മാധ്യമങ്ങൾ കാണുന്നത് പ്രകാരം ഒരു ഡ്രോൺ അവിടേക്ക് എത്തി എന്നതാണ് അവർ പറയുന്നത്. 5 or 6 അടി വലുപ്പമുള്ള ഡ്രോണാണ് ഇത് എന്നും അതിനെ വെടിവെച്ചിട്ടു എന്നും പറയുന്നുണ്ട്. പക്ഷെ അതിനോടകം തന്നെ 3 ഇടത്ത് ഈ ഡ്രോൺ നാശം വിതച്ചു എന്ന് സമ്മതിക്കുക കൂടിയാണ് അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിന് ഔദ്യോഗിക സ്വഭാവമില്ല. അങ്ങനെ സർക്കാർ പറയുമ്പോൾ അതിന് മറ്റു വശങ്ങൾ കൂടിയുണ്ട്. ലാഹോർ പോലെ ഒരു ഇടത്തേക്ക് എങ്ങനെ പുറത്തുനിന്ന് നിയന്ത്രിച്ച ഒരു ഡ്രോൺ എത്തി? അവർ പരോക്ഷമായി പറഞ്ഞു തുടങ്ങുന്നത് അത് ഇന്ത്യ അയച്ചു എന്ന മട്ടിലാണ്. അങ്ങനെയെങ്കിൽ പോലും അതിർത്തി കടന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഡ്രോൺ എങ്ങനെ അവിടെ എത്താൻ സാധിച്ചു എന്നതൊക്കെ അവിടുത്തെ സൈന്യത്തിന്റെ കഴിവിനെയൊക്കെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. അതുകൊണ്ട് ഔദ്യോഗികമായി സർക്കാർ ആ തരത്തിലുള്ള പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. ചില ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ ഒരു യുവാവിന്റെ പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ ഒരു യുവാവിന്റെ ഒരു പ്രതികരണം വല്ലാതെ സൂപ്പർ വൈറൽ എന്നൊക്കെ പറയാവുന്ന രീതിയിലാവുന്നുണ്ട്. അത് ആ യുവാവ് ചോദിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ സേന ലക്ഷ്യം വെച്ച ടാർഗറ്റുകൾ എല്ലാം അവർ അച്ചീവ് ചെയ്തു, നമ്മുടെ ഡിഫൻസ് സംവിധാനങ്ങൾക്ക് എന്ത് പറ്റി, നമ്മുടെ ഡിഫൻസ് സംവിധാനങ്ങൾ ഒരു മിസൈൽ പോലും തകർത്തിടാൻ കഴിയാത്തത് എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ഒരു പാകിസ്ഥാൻ യുവാവിൻ്റെ ദൃശ്യങ്ങൾ വല്ലാതെ അവിടെ വൈറലാവുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യം ആ രാജ്യത്തോട് ഉയരും, അത് സ്വാഭാവികമാണ് ശ്രീനാഥ്. തീർച്ചയായും ആ നാട്ടിലെ ജനങ്ങൾ വലിയ തോതിൽ ചോദ്യങ്ങൾ സർക്കാരിനോടും ഒപ്പം സൈന്യത്തോടും. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഒരു സൈന്യം നിയന്ത്രിക്കുന്ന രാജ്യമാണ്. അവിടെ പലതവണ സൈന്യം അധികാരം പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആണെങ്കിലും അവിടെ സൈന്യത്തിന്റെ നിയന്ത്രണമുണ്ട്. പലപ്പോഴും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായി പ്രകോപനം തുടങ്ങുന്നത് പോലും ഈ പ്രധാനമന്ത്രി പദം ഈ സൈനിക മേധാവി കണ്ണുവെച്ചുകൊണ്ടാണ് എന്നൊരു വിമർശനം പലപ്പോഴും ഉയരുന്നതാണ്. അതുകൊണ്ട് സൈന്യത്തിനും ഈ കാര്യത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയരും. അതിനൊക്കെ മറുപടി കൊടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിലാണ് വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഡ്രോൺ കൂടി അങ്ങോട്ട് എത്തി എന്ന് അവർക്ക് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് അത്തരമൊരു സമ്മതം, അങ്ങനെ ഒരു കാര്യം സൈന്യത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇന്നലെ തന്നെ ഈ ലാഹോറിന് ഏതാണ്ട് 40 കിലോമീറ്റർ അകലെയാണ് ഈ മുരുഡ്കെ എന്ന സ്ഥലം. അതായത് ലഷ്കർ ആസ്ഥാനം പ്രവർത്തിക്കുന്ന മുരുഡ്കെ എന്ന സ്ഥലം ലാഹോറിൽ നിന്ന് 40 കിലോമീറ്റർ മാത്രം അകലെയാണ്. അവിടെ ഇന്ത്യ ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം നടത്തി അവിടുത്തെ ഭീകരവാദ കേന്ദ്രങ്ങൾ, ലഷ്കർ കേന്ദ്രങ്ങൾ തകർത്തതാണ്. ഇന്നിപ്പോൾ അവിടെ നിന്ന് വീണ്ടും 40 കിലോമീറ്റർ കൂടി കഴിഞ്ഞു ലാഹോറിൽ വീണ്ടും ഒരിക്കൽ കൂടി ഒരു ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ ഈ വലിയ റഡാർ സംവിധാനങ്ങളൊക്കെ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായി അത് മാറുകയും ചെയ്യും. ചൈനയുടെ സഹായത്തോടെ ചൈനയിൽ നിന്ന് വാങ്ങിക്കൂട്ടിയ പല അത്യാധുനിക ആയുധങ്ങളും ഉണ്ട് എന്നതാണ് അവർ അവകാശപ്പെടുന്നത്. അതൊന്നും തന്നെ ഫലം കണ്ടില്ല. ഇന്നിപ്പോൾ പ്രതിരോധ മന്ത്രിയുമായുള്ള അഭിമുഖത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നിന്നുള്ള ആ മാധ്യമപ്രവർത്തക പരിഹാസ രൂപേണ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ചൈനയിൽ നിന്നുള്ള ഏതെങ്കിലും ഉപകരണങ്ങളാണോ ഇതിന് ഉപയോഗിച്ചത് എന്ന മട്ടിൽ ചോദിക്കുമ്പോൾ അത് വീണ്ടും അവർക്ക് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ കൊണ്ടുചെന്ന് എത്തിയിട്ടുള്ളത്. അതിന് അത്തരമൊരു നാണക്കേടിന് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഇത്തരം റഡാറുകളും മറ്റുമൊക്കെ ഉണ്ടായതിനു ശേഷവും ഒരു ഡ്രോൺ എത്തി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇത് ഡ്രോൺ ആക്രമണം തന്നെയാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഇത് നേരത്തെ വെച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇനിയല്ല വല്ല ഭീകരരും ഇത്തരത്തിൽ ബോംബുകളും മറ്റും തയ്യാറാക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചോ, ഇനി അതല്ല ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവർ വലിയ തോതിൽ ആക്രമണം
ആക്രമണം നടത്തുന്നുണ്ട്, ഇനി അവരുടെ വല്ല ഓപ്പറേഷനുമാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ പല സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതെങ്കിലും ഒന്നിലേക്ക് പിൻ പോയിന്റ് ചെയ്ത് ഇതാണ് കാരണം എന്ന തരത്തിലൊന്നും പാകിസ്ഥാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പലതരം തലവേദനകൾ അവരുടെ സർക്കാരിനും സൈന്യത്തിനുമുണ്ട്. അതിൽ ഒന്നുകൂടിയായി മാറുകയാണ് ഇപ്പോൾ ലാഹോറിൽ ഉണ്ടായിട്ടുള്ള ഈ സ്ഫോടനം. ഏതായാലും ഇന്ത്യ അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുന്നതായി എവിടെയും പറഞ്ഞിട്ടില്ല. ഇന്ത്യ അങ്ങനെ നടത്താനുള്ള സാധ്യതകൾ വളരെ കുറവുമാണ്. അല്ലെങ്കിൽ ഇന്ത്യ ഇന്നലെ തന്നെ അത്തരമൊരു ഭീകര താവളം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ അത് ലക്ഷ്യം വെച്ച് തകർക്കേണ്ടതായിരുന്നു. കാരണം ലാഹോറിൽ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ അപ്പുറമുള്ള മുരുർക്കയിലെ, അതായത് പ്രധാനപ്പെട്ട ലഷ്കർ കേന്ദ്രം തകർത്ത ഇന്ത്യക്ക് പിന്നീട് ഈ വോൾട്ടൺ എയർഫീൽഡിലുള്ള ഈ ഒരു താവളം തകർക്കുക അത്ര ബുദ്ധിമുട്ടാവില്ല. അതുകൊണ്ട് അത്തരത്തിൽ ഇന്ത്യക്ക് ഇതിൽ പങ്കുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ. ഹാഷ്മി.